നമസ്കാരം. പ്രകമ്പനം എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. കാരണം ഇപ്പോൾ മലയാളത്തിലൊരു ഒരു ട്രെൻഡുണ്ട്. സിനിമയിൽ ഒരു അതിമാനുഷികൻ്റെ സാന്നിധ്യം. അത് സിനിമയുടെ ഒരു വിജയ ഘടകമായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ, സർവം മായ എന്ന് പറയുന്ന സിനിമ, സുമതി വളവ്, അതുപോലെ നിരവധി ചിത്രങ്ങൾ, ഇതിലെല്ലാം ഗോസ്റ്റിൻ്റെ സാന്നിധ്യം. അപ്പോൾ അത് ഒരു ട്രെൻഡായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. വളരെ രസകരമായി തുടങ്ങുന്ന ഒരു സിനിമ കേരളത്തിൻ്റെ വടക്കൻ മേഖലയായ കണ്ണൂരിൽ, ആ കണ്ണൂരിലെ ഒരു തനി നാട്ടുമ്പുറത്തെ ജീവിതശൈലിയും അവിടുത്തെ അമ്പലവും അവിടുത്തെ രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് തുടങ്ങുന്ന ഒരു സിനിമ പെട്ടെന്ന് ആ സിനിമയുടെ ഒരു ട്രാക്ക് അങ്ങ് മാറുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഭാഗത്ത് യൂത്തിൻ്റെ ഒരു തരംഗം, അതായത് ഒരു ക്യാമ്പസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഹോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മളിപ്പോൾ അടികപ്പിയാരെ കൂട്ടമണി എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളിൽ കണ്ടതുപോലെ ഒരു കോളേജ് ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ പശ്ചാത്തലവും അവിടുത്തെ പൊളിറ്റിക്സും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നും തുടങ്ങുന്ന സിനിമ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് ഒരു ഗോസ്റ്റിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ഒരു അതിമാനുഷിക കഥാപാത്രത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ആ കഥയോട് ചേർന്ന് നിന്ന് തന്നെ മാറുകയാണ്. അതങ്ങനെ ഹരം കൊണ്ടുപോകുന്ന തരത്തിൽ ഈ സിനിമയുമായി ഇഴപാകി നിൽക്കുന്നു. വിജേഷ് പാണത്തൂർ ഈ സിനിമയുടെ സംവിധായകൻ. വലിയ അധികം ചിത്രങ്ങൾ ചെയ്ത പേരും പ്രശസ്തി ഒന്നുമുള്ളവരല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലിയിൽ ഇതൊരു പൊൻതൂവലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ശ്രീഹരി വടക്കൻ, ഇതിൻ്റെ തിരക്കഥാകൃത്ത്. നമ്മൾ പുതിയ കാലത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ യൂത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയുന്നെങ്കിലും ഇത്തരം സിനിമകൾ നമ്മളെ തന്നെ വിസ്മയിപ്പിക്കുകയാണ്. കാരണം ഇത് ഈ ചെറുപ്പക്കാരൻ, ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ ചെറുപ്പക്കാരൻ മനോഹരമായിട്ടാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കുണ്ട്. ഈ സിനിമ നോക്കിക്കാണുന്ന ഇതിനെല്ലാം ഒരു ഹ്യൂമറസ് ടച്ചോട് കൂടിയാണ് ഇതിലെ ഈ കഥ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പണ്ട് സന്ദേശത്തിലും അതുപോലെ ശ്രീനിവാസൻ്റെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആക്ഷേപഹാസ്യങ്ങൾ അത് വേറെ ഒരു ശൈലിയിൽ, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയിൽ. ഇപ്പോൾ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വരുന്നുണ്ട്, കണ്ണൂരിലെ ഇടതുപക്ഷ ഇതിലെ നിരീശ്വരവാദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭൗതികവാദം, അപ്പോൾ അതുപോലത്തെയുള്ള കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെ വരുന്നു, എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെ വളരെ രസകരമായിട്ട് ഈ സിനിമയിൽ അതിൻ്റെ തിരക്കഥയിലും സംഭാഷണത്തിലും എഴുതി ചേർത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സിനിമ പുതിയ തലമുറ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയം അത് ഒരു പ്രത്യേക തരത്തിൽ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള, ഒരുപാട് ക്യാമ്പസ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ പക്ഷേ ഒരു ഹ്യൂമറിൻ്റെ ഒരു തമാശയുടെ രൂപത്തിലാണ് ഈ സിനിമ നോക്കിക്കാണുന്നത്. ബാലതാരമായും കൗമാരതാരമായും ഒക്കെ വന്ന് തിളങ്ങിയ ഗണപതി എന്ന ചെറുപ്പക്കാരനാണ് ഈ സിനിമയിലെ പ്രധാന നായകനെ അവതരിപ്പിക്കുന്നത്, സിദ്ധു. അതുപോലെ തന്നെ സാഗർ സൂര്യ, പുണ്യാളൻ എന്ന കഥാപാത്രം, അൽ അമീൻ, അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു നിരയുണ്ട്. കോളേജ് ക്യാമ്പസിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിമിർപ്പിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഗണപതി ചെയ്യുന്ന കഥാപാത്രം സിദ്ധു, അദ്ദേഹത്തിൻ്റെ നാട് കണ്ണൂരാണ്. ഒരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ അദ്ദേഹം പൊടുന്നനെ നാട്ടിലേക്ക് പോവുകയാണ്. രാത്രി നാട്ടിലെത്തി ആ കുടുംബത്തുണ്ടായ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പൊടുന്നനെ പോയത്. പിന്നാലെ സുഹൃത്തുക്കളും വരുന്നു. അപ്പോൾ അവിടെ ഈ ഗണപതിയുടെ സിദ്ധു എന്ന ക്യാരക്ടറിൻ്റെ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വല്യമ്മച്ചിയുടെ മരണമാണ് മല്ലിക സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇത് യഥാർത്ഥത്തിൽ ഈ മലയാള സിനിമയിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നടി മല്ലിക സുകുമാരനെ പോലെ അസാമാന്യമായ മികവോടെയാണ് മല്ലിക സുകുമാരൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ മരണം ഉണ്ടാക്കുന്ന അലയൊലികളാണ് പിന്നീട് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ വരുന്നു, തിരിച്ചു പോകുമ്പോൾ വല്യച്ഛൻ അമ്മച്ചിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം എന്ന് പറയുന്നു. അവിടുത്തെ രാഷ്ട്രീയ ഇഷ്യൂസൊക്കെ ഉള്ള ഒരു വീടായതുകൊണ്ട് അത് ഈ കൊച്ചുമകനോട് പറയുകയാണ്, ഇത് നിമജ്ജനം ചെയ്യണം, അത് നീ കൊണ്ടുപോയി ചെയ്യണം. അങ്ങനെ അത് ആ ചിതാഭസ്മം ഒരു ചെറിയ പെട്ടിക്കകത്താക്കി, ചെറിയൊരു ബോക്സിനകത്താക്കി കൊണ്ടുപോവുകയാണ്. ഈ വല്യമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമകനാണ് ഈ ഗണപതി അവതരിപ്പിക്കുന്ന സിദ്ധു എന്ന കഥാപാത്രം. അപ്പോൾ സിദ്ധുവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ആ വല്യമ്മച്ചിയുടെ സ്വാധീനം ഇദ്ദേഹം തിരിച്ച് ക്യാമ്പസിൽ ചെല്ലുമ്പോഴും അവിടെ മറ്റൊരു സുഹൃത്ത് വഴി, ആ സുഹൃത്തിലൂടെ ആ ഒരു സൂപ്പർ ഹ്യൂമൻ പവർ അവിടെ പ്രവർത്തിക്കുകയാണ്.
അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഹ്യൂമർ സിറ്റുവേഷനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന് വേണ്ട ഘടകങ്ങളെല്ലാം ചേർത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ കണ്ടെത്തി അത് വിജയിപ്പിക്കുക എന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതുതലമുറ സംവിധായകരുടെ ഒരു ശൈലിയായി മാറിയിരിക്കുന്നു എന്ന് വേണം. ഇതൊരു ട്രെൻഡ് സെറ്ററാണോ ഈ സിനിമ എന്ന് നമുക്ക് തോന്നിപ്പിക്കും. കാരണം പണ്ട് മമ്മൂട്ടിയും ഒരു കുട്ടിയും, മാമാട്ടി കുട്ടിയമ്മ അഭിനയിക്കുന്ന സമയത്ത് ആ കുട്ടിയും ഒരു ബ്രീഫ് കേസുമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ നിരവധി വന്നിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു. മമ്മൂട്ടിയും കുട്ടിയും പെട്ടി എന്ന് പറയുന്നവരാ. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രമെന്ന പ്രത്യേകതയും പ്രകമ്പനത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് വാത്സല്യത്തിലൊക്കെ അഭിനയിച്ച അബൂബേക്കർ എന്ന് പറഞ്ഞ മഹാനായ നടൻ്റെ ആ ഒരു കഴിവിൻ്റെ ആ പൈതൃകം നവാസ് പ്രകമ്പനത്തിലെ കഥാപാത്രത്തിൽ ഉൾക്കൊണ്ട് അഭിനയിച്ചിരുന്നു. സാധാരണ ഹ്യൂമർ വേഷങ്ങൾ അവതരിപ്പിക്കുന്ന നവാസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും അതുപോലെ തന്നെ ചിത്രത്തിലെ നായകനായ ഗണപതിയുടെ പിതാവായും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. സത്യത്തിൽ നവാസിൻ്റെ ഒരു ട്രാൻസിഷൻ, നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ പോയിൻ്റ് ആയിരുന്നു ഇത്. അത് പക്ഷേ നമുക്ക് വീണ്ടും കാണുവാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം മലയാളികൾക്കുണ്ടായില്ല എന്ന് വേണം കരുതാൻ. രാജേഷ് മാധവനും പി കുഞ്ഞികൃഷ്ണനും ഇവരുടെ പെർഫോമൻസാണ് പിന്നീട് എടുത്തു പറയേണ്ടത്. എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമയിലൂടെ പ്രശസ്തരായ ഈ താരങ്ങൾ അവരുടെ ഒരു വളരെ പ്രത്യേകതയാർന്ന കഥാപാത്രമാണ് രാജേഷ് മാധവൻ അവതരിപ്പിച്ചത്. ഒരു ഗോസ്റ്റിനെ ഒഴിപ്പിക്കുന്ന ഒരു ദുർമന്ത്രവാദി. അപ്പോൾ അത് ഇത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറസ് ആംഗിളിൽ ആ കഥാപാത്രം നമ്മളെ രസിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ കുഞ്ഞികൃഷ്ണന് ഒരു വ്യത്യസ്തമായ കഥാപാത്രത്തെ കിട്ടുന്നത്. ഒരു വീട്ടിലെ കാർന്നോർ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് പിന്നീട് വ്യക്തമാകുന്നതും അതിൻ്റെ രസകരമായ ട്വിസ്റ്റുമൊക്കെ നന്നായി ഈ ഉൾക്കൊണ്ട് അഭിനയിച്ചിരിക്കുന്നു. ഒരു സിനിമ അത് തിയേറ്ററിൽ വിജയമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപാരമായ കഴിവ് തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ സ്പർശിക്കുകയും എന്നാൽ അതിനെ ഒരു ഹ്യൂമർ തലത്തിൽ കാണുകയും ആളുകളെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രകമ്പനം. അത് ഒരു ഹിറ്റ് ചാർട്ടിൽ എന്തായാലും പുതുവർഷത്തിൽ ഇടം നേടിയ പുതുതലമുറയുടെ ചിത്രമായി നമുക്ക് കണക്കാക്കാം.